അതുപോലെ തന്നെ ഇപ്പൊ ഈ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചു. ആ പദ്ധതിയുടെ പ്രഖ്യാപനത്തിന്റെ നടത്തിപ്പിനും അതിന്റെ പ്രചാരണത്തിനും പരസ്യം കൊടുക്കാനും സർക്കാരിന്റെ കയ്യിൽ 4 ചെമ്പ് കാശുണ്ടായിരുന്നില്ല. അത് ഈ പാവപ്പെട്ട അതിദരിദ്രർക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന ഫണ്ടിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത് സർക്കാർ. അവിടുന്ന് തട്ടിയെടുക്കുകയാണ് ഉണ്ടായത് സർക്കാർ. അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവരുടെ ഭവന നിർമ്മാണത്തിനു വേണ്ടി 52.8 കോടി രൂപ മാറ്റി വെച്ചിരുന്നു. അത് അതിനുവേണ്ടിയുള്ള ഫണ്ടാ. അതിൽ നിന്ന് 1.5 കോടി രൂപ തട്ടിയെടുത്തിട്ടാണ് ഈ വലിയ മാമാങ്കം നടത്തിയത്, പരസ്യങ്ങൾ നൽകിയത്, പത്രങ്ങളിലും ചാനലുകളിലും മുഴുവൻ പരസ്യം നൽകിയത്. എന്തിനു വേണ്ടിയായിരുന്നു? അഗതികളായ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഫണ്ടിൽ നിന്ന് 1.5 കോടി തട്ടിയെടുത്ത് ഈ മാമാങ്കം നടത്തിയിട്ട് വലിയ മേനി നടിക്കുകയാണ് ഈ സർക്കാർ. ഞങ്ങൾ എന്തോ ചെയ്തു എന്നുള്ളത്. ഇതാണ് പറഞ്ഞത്. തിരുട്ട് സംഘത്തിന്റെ സ്വഭാവമാണ് സർക്കാർ ഇന്ന് കേരളത്തിലെ ജനങ്ങളോട് എത്തിയിരിക്കുന്നത്. ഈ സഹകരണ സംഘങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും പണം തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ സാധാരണ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. നിങ്ങൾ സമ്പന്നന്മാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കോളൂ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഈ സഹകരണ സ്ഥാപനങ്ങളിലെ പണം കേരളത്തിലെ വളരെ സാധാരണക്കാരായ താഴേക്കിടയിലുള്ള ആളുകള് സമാഹരിച്ച് മിച്ചം വെച്ച് അടച്ച പണമാണ്. അത് തട്ടിയെടുക്കാനാണ് ഇപ്പോഴ് ശ്രമിക്കുന്നത്. ഇത് കൊടുത്താൽ പിന്നെ കിട്ടുന്ന പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും ആലോചിക്കണ്ട. ഇപ്പൊ 5-6 മാസം കഴിഞ്ഞാൽ ഈ സർക്കാർ അങ്ങ് പോകും. പിന്നെ ഈ സർക്കാരിന് എന്താ ഉത്തരവാദിത്തമുള്ളത്? ഈ സഹകരണ സംഘങ്ങളിൽ നിന്ന് വാങ്ങിച്ച തുകയ്ക്ക് ചരിത്രത്തിലില്ലാത്ത ഭീമമായ കടമുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. എന്നിട്ടാണ് ഇപ്പോഴ് ഈ സഹകരണ ബാങ്കുകൾ കൊള്ളയടിക്കാൻ ഈ തിരുട്ടു സംഘം, കവർച്ചാ സംഘം ഇറങ്ങിയിരിക്കുന്നത്.